തിരുവനന്തപുരത്ത് വട്ടപ്പാറ മരുതൂരിൽ ഈ വാഹനാപകടം നടന്ന സ്ഥലത്ത് വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. KSRTC ബസും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് 20ഓളം പേർക്ക് പരിക്കേറ്റത്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് MG പ്രതീഷ് വീണ്ടും ചേരുന്നു. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഈ റോഡിൽ നിന്ന് വണ്ടികൾ എടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ലേ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ? അതുകൊണ്ടാണ് അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. SKN മണ്ടന്തല മരുതൂരിൽ ഈ വാഹനാപകടം നടന്നിട്ട് ഏകദേശം 2 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ 2 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സും ലോറിയും ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ്. പോലീസിന്റെ റിക്കവറി വാഹനം ഉപയോഗിച്ച് ഈ ബസ് നീക്കം ചെയ്യാനുള്ള ശ്രമം പോലീസും ഫയർഫോഴ്സും ചേർന്ന് പലതവണ നടത്തിയിരുന്നു. പക്ഷേ ആ ബസ് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ അത്രത്തോളം ഭാരമേറിയ ഒരു ബസ് പോലീസിന്റെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത് പ്രയാസമാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്രെയിൻ്റെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വീണ്ടും ആ ഒരു ശ്രമം, ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പക്ഷേ ഈ ബസ്സിൻ്റെ ടയറുകളൊക്കെ തന്നെ ജാമായ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ റിക്കവറി വാഹനം ഉപയോഗിച്ച് ബസ് അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പലതവണ ഇത്തരത്തിലൊരു ശ്രമം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് നടത്തിയെങ്കിലും ബസ് നീക്കം ചെയ്യാനായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ഇത് വലിക്കുന്ന ആ ഒരു ബെൽറ്റ് പൊട്ടിപ്പോകുന്ന സാഹചര്യം, ടയർ ജാമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ 2 ബസ്സും ഈ MC റോഡിന്റെ റോഡിൽ അപ്പുറവും ഇപ്പുറവുമായി കിടക്കുകയാണ്. അതാണ് ഈ ഗതാഗത കുരുക്ക് രൂപപ്പെടാൻ കാരണമായിട്ടുള്ളത്. SKN നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒരു പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. മരുതൂർ ജംഗ്ഷന് തൊട്ട് താഴെയാണ്. ഇതിന് അപ്പുറം വഴിച്ച് ഈ വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ച് വിടുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂറായി MC റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം നടന്ന സ്ഥലത്ത് തൊട്ട് മുൻപ് വെച്ച് ഈ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതാണ്. ഈ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുന്ന സാഹചര്യമാണ്. നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് ഒരു ചെറിയ ഇടവഴിയിലൂടെയാണ് ഈ വാഹനം ഇപ്പോൾ വഴിതിരിച്ച് വിടുന്നത്. പക്ഷേ ഇതിന് എത്രയോ കിലോമീറ്ററുകളോളം ഇപ്പോഴും വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട KSRTC ബസ് ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. SKN പോലീസിന്റെ റിക്കവറി വാഹനം ഉപയോഗിച്ച് ആ ബസ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ബസ് നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ ഒരു ഭാഗത്ത് കൂടിയെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ അപകടത്തിൽപ്പെട്ട KSRTC ബസ് ഇവിടെ നിന്ന് മാറ്റുകയാണ്. ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ആ ബസ്സാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീക്കം ചെയ്യുന്നത്. ഇനി ഈ ലോറിയാണ് ഇവിടെ നിന്ന് മാറ്റാനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഗതാഗതം ഇവിടെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നതാണ് പോലീസും ഫയർഫോഴ്സും അടക്കം പറയുന്നത്. അപ്പോഴും ഈ വാഹനങ്ങളൊക്കെ തന്നെ കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുകയാണ്. അടിയന്തര സാഹചര്യത്തിലുള്ള ആംബുലൻസുകളെയൊക്കെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇവിടെ നിന്ന് മറ്റു വഴികളിലൂടെയൊക്കെ തന്നെ കടത്തിവിടുന്നുണ്ട്. ഈ വാഹന ഗതാഗതം പഴയ രീതിയിലാക്കാൻ ഇനിയും മണിക്കൂറുകളോളം എടുക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓഫീസിലേക്ക് മറ്റ് അടിയന്തര ആവശ്യങ്ങളിലേക്കും ഒക്കെയായി ആളുകൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ് MC റോഡ്. ആ MC റോഡിലാണ് രാവിലെയോടുകൂടി അപകടമുണ്ടാവുകയും വലിയ തരത്തിൽ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസമെന്ന നിലയിൽ KSRTC ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.